സാർ മെന്റൽ പേഷ്യൻസ് ആണ്. അവരൊക്കെ ഈ സെർച്ചിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ റിയാക്ഷൻസ് എന്തായാലും ഞാൻ വന്ന ഡ്യൂട്ടി ചെയ്തിരിക്കും. കമോൺ സെർച്ച്. ബാധ്യതകളുടെ നടുവില് ഈ കുടുംബം നിൽക്കുമ്പോ കോടികൾ ഇറക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ തന്നെയാ ഞാൻ പണം ഇറക്കിയതും വില കൊടുത്തു വാങ്ങിച്ചതും. നാളെ പൂജയുടെ സമയത്ത് പൂജാരി ആവശ്യപ്പെട്ടതുപോലെ രാധികയും ചന്ദ്രശേഖരന്റെ അമ്മയും കണിമംഗലത്തില്ലെങ്കിൽ ഉർവശി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല, ഈ ആയുസ് തീരുന്നത് വരെ. പിന്നെ കണിമംഗലത്ത് നിനക്ക് പ്രവേശനം ഉണ്ടാവില്ല. പോയിക്കോ, പോ. സോറി ചന്ദ്രശേഖരൻ, ഒരു കാര്യം തീരുമാനിച്ചിട്ട് അത് ഇത്രയും നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നവരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സാറയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. അമ്മേന്റെ അധികം എത്തിക്കാൻ ഉർവശി എന്തെങ്കിലും ഒരു വഴി കണ്ടോളും. ഞാൻ എന്ത് ചെയ്യാനാ എടുത്തി? പറയാവുന്ന അത്ര ഞാൻ പറഞ്ഞു നോക്കി. എന്നിട്ട് തിരിച്ചു വന്നപ്പോ എനിക്ക് കിട്ടിയ കൂലി കണ്ടില്ലേ? എന്നെ ആ സാറയുടെ അടിമയാക്കാനാ ചന്ദ്രേട്ടൻ കൂട്ടു നിൽക്കുന്നത്. എനിക്കിതിലെന്താ പറയാനുള്ളത്? എന്റെയൊക്കെ അഭിപ്രായങ്ങള് ആദ്യമേ വിലക്കിയതല്ലേ ഉർവശി? എടുത്തേ, ഒന്നുകില് എടുത്തി രാധിയെ അമ്മയൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ ചന്ദ്രേട്ടനോടൊന്ന് സംസാരിക്കണം. രണ്ടും പറ്റില്ല. മുൻപ് കണിമംഗലത്തിന് താക്കോല് എന്റെ കയ്യിലായിരുന്നു. ഇപ്പൊ ഞാൻ കണിമംഗലത്തിന്റെ ശമ്പളമില്ലാത്ത വേലക്കാരിയല്ലേ. വേലക്കാരി പറഞ്ഞ ആര് കേൾക്കാനാ? എന്നെ അങ്ങ് വിട്ടേക്ക് ഉർവശി. എടുത്തേ, മനുഷ്യർക്ക് അഹങ്കാരം തോന്നുന്നതേ തനിക്കൊന്നും പറ്റില്ല എന്നുള്ള തോന്നലുകൊണ്ടാ. എപ്പോഴെങ്കിലും ഒന്ന് വീണു പോകുമ്പോഴാ അതുവരെ ചെയ്തതൊക്കെ തെറ്റാന്ന് തിരിച്ചറിയുന്നത്. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആ മെഡിസിൻ കൃത്യമായിട്ട് കൊടുക്കണം, മാറിപ്പോരുത്. സാർ, ACP വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എനിക്ക് ഇവിടുത്തെ അഡ്മിഷൻ രജിസ്റ്റർ ഒന്ന് പരിശോധിക്കണം. എന്ത് പറ്റി സർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആ രജിസ്റ്റർ കൊണ്ടുവരാൻ പറയൂ. ആ രജിസ്റ്റർ എടുത്തോണ്ടോ? ശരി സാർ. സാറിന്റെ ഒരു സഹോദരൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, മിസ്റ്റർ ജഗത്? അതിന് ഒന്നുമില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ പോലീസുകാരായിട്ട് നല്ല ബന്ധമാ. ഞാൻ പക്ഷേ ഡോക്ടർമാരോട് അത്ര അടുപ്പമുള്ള കൂട്ടത്തിലല്ല. സാർ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ മിനിസ്റ്റർ ലെവലിലാ കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളേ.
ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് ചെയ്യാറാണുള്ളത്. സാർ ഇതാ സാർ. ബിച്ചു. ഈ ബിച്ചു എന്ന കുട്ടി ഇപ്പോഴും ചികിത്സയിലുണ്ടോ? ഉണ്ട് സാർ. ആ കുട്ടി സാറിന് അറിയോ? ഓ, ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. ശ്യാമ മേഡത്തെ വേറെ ഏതെങ്കിലും പേരിലാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? എന്താ സാർ? ഗായിക ശ്യാമ, കൂടെ അമൃത എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അവരുടെ ബന്ധു. അവരെ എന്നാ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? സാർ, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഐ എം സോറി. അവരെ ഇതിനകത്തൊന്ന് ഞാൻ കണ്ടെത്തിയാലോ? കമോൺ സാർ പ്ലീസ്. എല്ലായിടത്തും സെർച്ച് ചെയ്യണം. സാർ, മെന്റൽ പേഷ്യൻസ് ആണ്. അവരൊക്കെ ഈ സെർച്ചിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ റിയാക്ഷൻസ് എന്തായാലും ഞാൻ വന്ന ഡ്യൂട്ടി ചെയ്തിരിക്കും. കമോൺ സെർച്ച്.